നമസ്കാരം. മ്യൂസിക് സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ മ്യൂസിക് സ്റ്റേഷനിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സരിനാണ്. അഡ്വക്കേറ്റ് സരിനുമൊത്തുള്ള സംഗീതയാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി ഇന്നത്തെ മ്യൂസിക് സ്റ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വക്കീലാണല്ലേ? അതെ. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് അളന്നു മുറിച്ച് വാക്കുകൾ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? കുഴപ്പമില്ല. എവിടെയാണ്? കൊല്ലത്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അതെ അതെ, കൊല്ലം പാറിലാണ്. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഒരു 20 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ സീനിയറായി അല്ലേ? നോട്ടറിയാണ്. ഓക്കെ. അപ്പം നല്ല എന്താണ് പറയുക, നല്ല അധികാര ഇതുള്ള ഒരു പദവിയാണ് ശരിക്കും അല്ലേ? അതിൻ്റെ കൂടെ സംഗീതം എന്നോടൊപ്പം കൊണ്ടുപോകുന്നു. ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഓ ശരി. അപ്പം കുട്ടിക്കാലം മുതലേ ഉണ്ടോ സംഗീതം പാടുക? കുറച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പച്ചി മ്യൂസിക് ടീച്ചറാണ്. ഓക്കെ. അങ്ങനെ കുറച്ച് കാലം പഠിക്കാനുള്ളൊരു ഒരു അവസരം കിട്ടി. ഓക്കെ. ഇപ്പോഴെന്തായാലും പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോഴും പാഷൻ വെച്ച് നോക്കുമ്പോഴും രണ്ടും തീർച്ചയായിട്ടും നന്നായിട്ട് അധ്വാനമുള്ള. അതെ അതെ. പ്രത്യേകിച്ച് ഒരു സാധകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? നല്ല ആക്റ്റീവാണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഏതാണ് ആദ്യം പാടാൻ പോകുന്ന പാട്ട്? ഫസ്റ്റ് അർത്ഥം എന്ന ചിത്രത്തിലെ ശ്യാമാംബരം, ജോൺസൺ മാസ്റ്റർ. അസല് പാട്ടാണ്. ശരി. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം, സ്വർഗവാതിൽ കിളി തേടി തീരാത്തേൻ മൊഴികൾ, നാദം മൃദുവായി ഒഴിയും നിലവിൽ പോലും. അസലായിട്ട് പാടി, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഞാൻ അപ്പോൾ അപ്പച്ചിയുടെ അടുത്തുനിന്നാണ് സംഗീതം പഠിച്ചു തുടങ്ങിയതെന്ന് പറഞ്ഞു. അതെ അതെ. പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം കിട്ടിയില്ല. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? ഇത്ര നന്നായിട്ട് പാടുന്ന ഒരാൾ അങ്ങനെ? അത് അപ്പച്ചി ടീച്ചറായിരുന്നു. പിന്നെ പുള്ളിക്കാരി തിരക്കിലൊക്കെ ആയിരുന്നു. വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം മക്കളുടെ കാര്യം അങ്ങനെയൊക്കെ ഇതിൽ ബിസി ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഓ ശരി. അതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നീട് എപ്പോഴെങ്കിലും അത് റീസ്റ്റാർട്ട് ചെയ്തോ? അതോ ഇപ്പോഴും റീസ്റ്റാർട്ട് ഇടയ്ക്ക് ഒന്ന് തുടങ്ങിയായിരുന്നു. അപ്പം ജോലി കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പഠിത്തവും എല്ലാം വന്നപ്പോൾ പിന്നെ സമയം കിട്ടിയില്ല. ഞാൻ നേരത്തെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഈ വക്കീൽ ജോലിയും ഈ ആലാപനവും സംഗീതാലാപനവും രണ്ടും വളരെ സ്ട്രെന്നസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പകൽ മുഴുവൻ കോടതിയിൽ പോയി ഈ വാദവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൊണ്ട കുറച്ച് അപ്പോഴത്തേക്ക് വീക്കാവും. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാം ഉണ്ടാവും. ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ ബാലൻസിൽ എങ്ങനെ കൊണ്ടുപോകുന്നത്? ഈ എന്താ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെയുള്ള ഇതുപോലെ ട്രാക്ക് ഇട്ട് പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കാരണം ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ഥിരമായിട്ടൊരു ട്രൂപ്പ് അങ്ങനെ ഇല്ല, സ്ഥിരമായിട്ട് ട്രൂപ്പില്ല. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പ്രശസ്ത ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ ചേച്ചിയുടെ ട്രൂപ്പിൽ ഞാൻ അവിടുത്തെ മെയിൽ സിംഗറായിട്ട് പാടുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ പോവും. അത് തന്നെ വലിയൊരു അംഗീകാരം തന്നെയാണല്ലേ ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ? തീർച്ചയായിട്ടും. ചേച്ചി എൻ്റെ ഒരു ഗുരുനാഥയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഒരു പാട്ടുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. തീർച്ചയായും. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമാ നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം, മദനയാമിനി ഹൃദയ സൗരഭം, തരളമാ ശലഭങ്ങളായി നുകരാൻ നീ വരൂ മന്ദം ദേവി. ഇതൊരു സിമ്പിൾ പാട്ടല്ല.
വളരെ പാടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ജോൺസൺ മാസ്റ്ററുടെ ഒരു ഗാനമാണ്. അസലായിട്ട് എന്തൊരു കോമ്പോസിഷൻ. ഇതിലെ ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും അല്ലേ, നല്ല ഓരോന്നും വൈവിധ്യമാർന്ന എല്ലാം നല്ല കോമ്പോസിഷൻസ് ആണ്. നല്ല മെലഡി, അതെ അതെ സെമി ക്ലാസിക്കൽ. അതെ അതെ എല്ലാം അതെ അതെ അതെ. ഇനി നമ്മൾ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വളരെ എന്താ പറയുക, സ്ട്രെയിനസ് ആയിട്ടുള്ളൊരു ജോലിയാണ് അഡ്വക്കേറ്റ്, അതും നോട്ടറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരുപാട് കുഴപ്പം പിടിച്ച ഒരുപാട് വൈവിധ്യമാർന്ന ഒരുപാട് കേസുകൾ വരും. അപ്പോൾ വളരെ ടെൻഷൻ നിറഞ്ഞ ഒരു നല്ല സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മ്യൂസിക് കൂടെ വരുമ്പോഴത്തേക്ക് അതൊരു ജോലിയിൽ നിന്ന് വലിയൊരു റിലാക്സേഷൻ ആയിരിക്കും. ജോലിയുടെ ആ ഒരു കാഠിന്യത്തിൽ നിന്നും നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും 100% എനിക്ക് വളരെ ഇതാണ് നമ്മുടെ ഒരു ടെൻഷൻ റിലാക്സ് ചെയ്യുന്നൊരു ഈ മ്യൂസിക്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്ന് കുറച്ചു നേരം പാട്ട് പാടുമ്പോഴത്തേക്ക് അതെല്ലാം മറന്ന് നമ്മൾ വേറൊരു തലത്തിലേക്ക് എത്തുന്നു അല്ലേ? അതെ, പ്രത്യേകിച്ച് ഈ നമ്മൾ ട്രാക്ക് ഇട്ട് പാടുമ്പോഴേ എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് നമുക്ക് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാനത് ചോദിക്കാൻ വരായിരുന്നു, എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കുന്നത് ഇഷ്ടം, അല്ലെങ്കിൽ ഗാനമേള വേദികളിലൊക്കെ എങ്ങനെയുള്ള പാട്ടുകളാണ് പെർഫോം ചെയ്യാൻ ഇഷ്ടം? എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഗാനമേളയ്ക്ക് പോകുമ്പം ഈ ഫസ്റ്റ് നമ്പറുകളൊക്കെ പാടേണ്ടി വരും, പഠിച്ച് പാടാറുണ്ട്. അതും പഠിച്ച് പാടാറുണ്ടല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. ശരി, ഓക്കെ. വരും വഴിയിൽ പനിമഴയിൽ പരുവനിലാ ദിനം നനയും, മുകിലെടുത്ത് മുഖം துடைத்து വിടിയും വரை നടை പഴകും, വാനവീതിയിൽ മേഘ ഊർവലം കാണും പോതിയേ ആറുതൽ തരും പരുവമകൾ വിഴികളിലെ കനവ് വരും. സാധാരണ ഇങ്ങനെ മലയാളത്തിൽ മെയിൻ സ്ട്രീം സിംഗേഴ്സിൻ്റെ പാട്ട് പാടുന്ന ഗായകർ SP-യുടെ പാട്ട് അങ്ങനെ എടുത്ത് കാണാറില്ല. പക്ഷേ ഇത് ഷെറിൻ പാടിയപ്പോൾ ആ SP-യുടെ ആ ഒരു സ്റ്റൈൽ, ആ ഒരു എനർജി ഈ പാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഇഷ്ടപ്പെട്ട സിംഗറാണോ? അതെ അതെ. അപ്പോൾ ഈ പാട്ട് അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് കൂടെ ആക്കാം നമുക്കല്ലേ? 2000 കോവിഡ് സമയത്താണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിരുന്നു SPB സാറിൻ്റെ വലിയ ലോസാണ്. ഒരു ഗായകൻ എന്നുള്ള നിലയിലും ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിലും ഏറ്റവും മുകളിൽ നിന്നിരുന്ന അല്ലേ, പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു ട്രിബ്യൂട്ട് കൂടാണ് ഈ ഒരു ഗാനം. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നറിയില്ല, താങ്കൾ ഒരു പിന്നണി ഗായകൻ കൂടെയാണെന്നുള്ളത്. സിനിമയിലും ചലച്ചിത്രത്തിലും പാടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ ആ ചലച്ചിത്രത്തിൽ അവസരം കിട്ടിയതിനെക്കുറിച്ചും ആ പാട്ടിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഫിലിമിൻ്റെ പേര് സുഡോക്കു എന്നാണ്. സുഡോക്കു. അതിൻ്റെ ഡയറക്ടർ അഡ്വക്കേറ്റ് CR അജയ് കുമാർ സാർ, അദ്ദേഹമായിരുന്നു. ഓക്കെ, അവിടെ അഡ്വക്കേറ്റ് വന്നു അല്ലേ? അതെ അതെ അതെ, പുള്ളി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു അവസരം കിട്ടാനുള്ള ഒരു ഭയങ്കര ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ഓക്കെ, സംഗീത സംവിധായകൻ ലിറിസിസ്റ്റ് അത് മറ്റേ ജോൺ ബ്രിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സാറായിരുന്നു എൻ്റെ മ്യൂസിക്. ശരി. ലിറിക്സ് സജി ശ്രീവത്സവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിരുന്നു എൻ്റെ ലിറിക്സ്. അപ്പോൾ 2 സോങ്സാണ് അതിനകത്തുള്ളത്. ഏത് വർഷമായിരുന്നു സുഡോക്കു റിലീസ്? അത് 2022. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണും ഇപ്പോൾ ആ പാട്ടിൻ്റെ ഒരു 2 വരി ഒന്ന് കേൾക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം കാണും. നമ്മളതിനെക്കുറിച്ച് പറയുമ്പം സാരമില്ല, ഒരു ജസ്റ്റ് ഒന്ന്. തറയിലെ ഏകാന്ത യുദ്ധം സുഡോക്കു സുസു സുഡോക്കു സുഡോക്കു സുസു സുഡോക്കു, കളിയല്ലിത് കാലത്തിൻ പടയോട്ടം, കളിയല്ലിത് കാലത്തിൻ പടയോട്ടം, അശ്വമേധം അശ്വമേധം അശ്വമേധം. ഇതായിരുന്നു ആദ്യത്തെ പാട്ട് അല്ലേ, സിനിമയിലെ ആദ്യത്തെ ഒരു പാട്ട്. സിനിമയിൽ ഒരു ഇത് നല്ല പാട്ടല്ല, എന്നാലും ഒരു മെലഡി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ സിനിമയുടെ സെറ്റപ്പ് വേറെയാണല്ലോ, അതിലാവശ്യമുള്ള പാട്ട് ഇതാണ് അല്ലേ? രഞ്ജി പണിക്കർ സാറൊക്കെ ആയിരുന്നു അതിനകത്ത് അഭിനയിച്ചിരുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇത് കൂടാതെ മറ്റ് ആൽബംസിലും ഒക്കെ പാടാറുണ്ടല്ലോ അല്ലേ? ഡിവോഷണൽ ആൽബംസ് ഞാൻ പാടിയിട്ടുണ്ട്. ഈ ഗണപതി ഭഗവാന്റെ ഒരു ഇത് ആൽബം, പിന്നെ അത് കൂടാതെ ശിവക്ഷേത്രത്തിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം, പിന്നെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇങ്ങനെ ഡിവോഷണൽ. ഓക്കെ.
അഡ്വക്കേറ്റ്സ്മാർ ഒത്തിരി പേരുണ്ടല്ലോ, നല്ല കലാകാരന്മാർ, പാട്ടുകാരൊക്കെ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ടോ? പ്രോഗ്രാം നമ്മൾ ഈ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഓണം സെലിബ്രേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസിൽ ഞങ്ങൾ എല്ലാവരും കൂടാറുണ്ട്. കുറേ അധികം പാട്ടുകാരുണ്ട് അതിനകത്ത്. നല്ല കലാകാരന്മാർ ഒരുപാട് പേരുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഈ മ്യൂസിക് അല്ലാതെ മറ്റെന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉള്ള വേറൊരു വിഷയം? ഇപ്പം ജോലി, മ്യൂസിക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്. ആക്ടിങ് ഇഷ്ടമാണ്. ഓ ശരി. അഭിനയിച്ചിട്ടുണ്ടോ നാടകങ്ങളിലോ സിനിമയിലോ? ഉണ്ട്, കുറച്ച് സീരിയൽസ് അഭിനയിച്ചിട്ടുണ്ട്. ശരി ശരി. ഏഷ്യാനെറ്റ് അങ്ങനെ കുറേ സീരിയൽസ് അവസരം കിട്ടി. അപ്പോൾ ഇതൊക്കെ അത്ഭുതം. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്, ഈ ജോലി തിരക്കും സംഗീതവും ഇതിൻ്റെ ഇടയ്ക്ക് അഭിനയം എല്ലാം പാഷൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലിങ്ങനെ നമുക്ക് മനസ്സിന് സ്ട്രെയിൻ ചെയ്യല്ലോ. അപ്പോൾ ഒരു പാഷൻ ആയതുകൊണ്ടല്ലേ? അതെ. ഓക്കെ. സമയം കണ്ടെത്തി പോവും. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ. മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ നേകനായി എന്തിനൻ മുന്നിൽ വന്നു പനിനീർമണം തൂമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്. പാട്ട് ഗംഭീരമായി. നല്ല ആ ഫീൽ, ആ പാട്ടിൻ്റെ ഫീലാണ് ഏറ്റവും ഭയങ്കര അല്ലേ? ഒറിജിനൽ കേൾക്കാനും അതിപ്പോൾ പാടിയപ്പോഴും അതുപോലെ തന്നെ വന്നു. താങ്ക് യു. ഇപ്പോൾ പാടിയ 3 പാട്ടുകളും ശ്യാമാംബരം, ദേവി, തൂമഞ്ഞിൻ, ഇതെല്ലാം ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളാണ്. ജോൺസൺ മാസ്റ്ററാണ് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ? അതെ അല്ലേ? ജോൺസൺ മാസ്റ്ററാണ്. എന്താണ് അദ്ദേഹത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം? വെറൈറ്റി മ്യൂസിക്. എല്ലാം ഏത് പാട്ടും ഇപ്പോൾ ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ, മെലഡി ആണെങ്കിൽ അതുപോലെ, ഇപ്പോൾ എല്ലാത്തിലും വ്യത്യസ്തത പുലർത്തുന്നൊരു മ്യൂസിക് ഡയറക്ടർ. പിന്നെ അസാധ്യ. അതെ. നമുക്കിപ്പോൾ ഇത്രയും നേരം പാടി വന്നതിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടിയാലോ? നല്ല ടെമ്പോയിലുള്ളൊരു പാട്ട് പാടാം. ഓക്കെ. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ, ചിരിയായി ഞാൻ, പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടിൽ. ജലദേവതേ അറിയാതെ നീ കരഞ്ഞില്ലേ, അതിനായി ഞാനോ നോവുന്നു. കൊള്ളാം, അടിപൊളി. ഇനിയും കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. വൈഫ് ഡോക്ടറാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ശരി. ആശാ ശ്രീനിവാസൻ വൈഫിൻ്റെ പേര്. മോൻ വിനായക് സരൻ, അവനിപ്പോൾ മുംബൈയിലാണ് ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലാണ് പഠിക്കുന്നത്, ഡിഗ്രി കോഴ്സ്. അവന് നല്ല, അവന് അത് ഉണ്ട് തീർച്ചയായിട്ടും. അവന് നല്ല ഇടയ്ക്ക് അവൻ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പ്രൈസുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവനിപ്പോൾ ഈ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു സമയം കിട്ടുന്നില്ല. അതെ. നമ്മളുടെ പ്രേക്ഷകരോട് എന്താണ് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം. എനിക്കിപ്പോൾ ഈ കിട്ടിയ അവസരം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഞാൻ ഈ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കിട്ടിയത്. അതിന് ശ്രീ അജയൻ ചേട്ടനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ സാറിനോടൊപ്പമുള്ള ഈ ഒരു മ്യൂസിക് യാത്ര വളരെ വിലമതിക്കാനാവാത്തതാണ്. പിന്നെ നമ്മുടെ സംഗീതേട്ടൻ, അതുപോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും, കാണുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മ്യൂസിക് സ്റ്റേഷൻ ഇത് ഒരു സംഗീത യാത്രയാണ്. ഏതൊരു യാത്രയിലും എന്നതുപോലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ സഹകരിക്കുന്ന, പങ്കെടുക്കുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. മറക്കരുത്, ഇതൊരവസരമാണ്. ആരും ഈ അവസരം പാഴാക്കരുത്.